ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. രാജു, രാജു, എന്താ മേഡം? ആ നാളെ രാവിലെ തന്നെ നീ മാർക്കറ്റിൽ പോണേ. ചിക്കനും മട്ടനും ഒക്കെ വാങ്ങിക്കണം. പിന്നെ പച്ചക്കറി എന്താന്ന് വെച്ചാ നോക്കി വാങ്ങിച്ചോ. ശരി മേഡം. എന്താ പത്മ, നാളെ ആരെങ്കിലും വിരുന്നുകാർ വരുന്നുണ്ടോ? വിരുന്നുകാരൊന്നുമല്ല, ആഘോഷാണ്. എന്താഘോഷം? ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസവും ആഘോഷം തന്നെയായിരിക്കും. ആ വേലക്കാരി ഇവിടെ നിന്ന് പടിയിറങ്ങിയതിന്റെ ആഘോഷം. എടോ, അവൾ ഇവിടെ ഉണ്ടായിരുന്നത് നിങ്ങൾ ആഘോഷിച്ചു, ഇല്ലാതിരിക്കുന്നത് ഞാനും ആഘോഷിക്കുന്നു. അതിനെന്താ കുഴപ്പം? നീ പറഞ്ഞു കേട്ടല്ലോ, നാളെ പായസം കുടിക്കണം. സന്തോഷത്തിന് മധുരം നല്ലതല്ലേ? ശരി മേഡം. ആ ലേഡീസ് ക്ലബിലെ ശശികലയായിരിക്കും. ഒരു ഫംഗ്ഷന്റെ കാര്യം സംസാരിക്കാൻ അവര് വരൂന്ന് പറഞ്ഞിരുന്നു. അവളിവിടെ നിൽക്കണ കാഴ്ച അവരും കണ്ടതാണല്ലോ. ഇറങ്ങിപ്പോയത് ആദ്യം എനിക്ക് അവരോട് തന്നെ പറയണം. പത്മ വീട് ശുദ്ധം ചെയ്ത കഥ. അച്ഛാ, അച്ഛൻ കാണില്ലേ നന്ദിനിയെ തിരികെ കൊണ്ടുവന്നു. നോക്ക്, നമ്മുടെ വീടിനിപ്പോ ഒരു വെളിച്ചം വന്നത് കണ്ടോ? ആ നന്ദിനി, ഇനി ഒരു നിമിഷം പോലും താൻ ഈ വീട്ടില് ഉണ്ടാവാതിരിക്കരുത് കേട്ടാ. താനില്ലാതെ ഈ വീടിനെ പറ്റി എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല. ഈ വീടിന്റെ ഐശ്വര്യലക്ഷ്മി എന്റെ നന്ദിനിയാ. താനില്ലാതെ 1-2 ദിവസം കൊണ്ട് ഈ വീട്ടിലെ ചില ദുർഭൂതങ്ങളുടെ അഴിഞ്ഞാട്ടമായിരുന്നു. അപ്പൊ എന്തു വേണം? നാളെ രാവിലെ തന്നെ അതൊക്കെ അടിച്ച് തെളിച്ച് ശുദ്ധി വരുത്തണം. എന്നിട്ട് നമ്മുടെ ആ പഴയ വീട് പോലെ താനങ്ങ് പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ പറന്നങ്ങ് നടക്കണം. നന്ദിനി, മൈ ഡിയർ, ഐ ലവ് യു. അച്ഛൻ ഇരിപ്പ് കണ്ടോ? താൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അച്ഛൻ എത്രമാത്രം കഷ്ടപ്പെട്ടു എന്നറിയൂ. ഈ വീടിന്റെ വിളക്കാണെന്ന് തിരിച്ചറിയാത്തവരും മണ്ടന്മാർ, പരമമണ്ടന്മാർ. കണ്ടോ ഐശ്വര്യലക്ഷ്മിയെ താൻ വന്നതും ദുർഭൂതങ്ങൾ ഒഴിഞ്ഞോടി പോകുന്ന പോക്ക് കണ്ട? മതിയടാ മതി. എന്താ സാർ കാണിച്ചു കൂട്ടുന്നെ? ഇതിനാണോ എന്നെ തിരിച്ചു വിളിച്ചോണ്ട് വന്നേ? അച്ഛാ 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 അച്ഛാ, എങ്ങനെ ഉണ്ടായിരുന്നു പത്മ മേഡത്തിലെ മുന്നിൽ എന്റെ പെർഫോമൻസ്? അതാ പറഞ്ഞ മതിയെന്ന്. നിന്നെ വിട്ടുകളഞ്ഞ നീ മൊത്തത്തിൽ പ്രശ്നം ഉണ്ടാക്കും. ആ നന്ദിനി, ഞാനിപ്പോ അമ്മയുടെ മുമ്പിൽ കാണിച്ചതൊക്കെ കുറച്ച് ജാടയാ. സത്യത്തിലേ താനിവിടെ ഇല്ലാതിരുന്നത് എനിക്ക് വല്ലാതെ അങ്ങ് ഫീൽ ചെയ്തു. അത് എന്താണെന്ന് വേർതിരിച്ച് പറയാൻ എനിക്കറിയില്ല. പക്ഷെ അതങ്ങനെയാ.
ഞാൻ എൻ്റെ മനസ്സിനെ